ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് പ്രഗ്നൻസിയുടെ ആദ്യത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത്, ശരീരത്തിൽ സംഭവിക്കുന്നത്, അതുപോലെ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് ശീലമാക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പീരീഡ്സിൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള ഡേയ്സാണ് ഫസ്റ്റ് വീക്കായിട്ട് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത്. സത്യത്തിൽ ആദ്യത്തെ 2 ആഴ്ച എന്ന് പറയുന്നത് നിങ്ങളാരും പ്രഗ്നൻ്റ് അല്ല. അങ്ങനെ പറയാൻ കാരണം, നോർമലി ഈ 2ാമത്തെ ആഴ്ചയുടെ അവസാനത്തോടെ അല്ലെങ്കിൽ 3ാമത്തെ ആഴ്ചയുടെ ആരംഭത്തിലാണ് നമ്മളെല്ലാവരും പ്രഗ്നൻ്റ് ആവണത്. കാരണം ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ്സ് ഡേറ്റ് ആയിരിക്കും, പീരീഡ്സ് വീക്കായിരിക്കും. ഇപ്പോൾ 5 days പീരീഡ്സ് ഉള്ളവരുണ്ടാവാം, 4 days, 7 days. അപ്പോൾ എത്ര ദിവസങ്ങൾ, പലർക്കും പല ദിവസങ്ങളാണ്. അപ്പോൾ എനിക്കൊക്കെ 5 days പീരീഡ്സ് ഡേറ്റ് ആണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് അതിൽ 5 ദിവസം പീരീഡ്സ് ഡേറ്റ് ആയിട്ട് പോയി. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണ് ലാസ്റ്റ് പീരീഡ്സ് ഡേറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആർത്തവം നടന്നത് എന്നാണ് എന്ന് നമ്മളെല്ലാവരും ഓർത്തിരിക്കണം. കാരണം നോർമലി പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ചെയ്ത് പോസിറ്റീവ് കാണാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്നാണ് ലാസ്റ്റ് ആർത്തവം നടന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് പീരീഡ്സ് എന്നായിരുന്നു. ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 240 ദിവസം അല്ലെങ്കിൽ 40 ആഴ്ച കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശ പ്രസവ തീയതി അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റ് നമുക്ക് ഏകദേശം കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എപ്പോഴും അത് ചോദിക്കുന്നത്, എന്നായിരുന്നു ലാസ്റ്റ് LMP. ഇപ്പം നമ്മുടെ റിപ്പോർട്ട്സിലും കാര്യങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ LMP എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. അതുപോലെ EDD എന്നും കാണാൻ പറ്റും. EDD എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ്, രണ്ടും പറയാം. അപ്പോൾ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EDD എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു സമയത്തായിരിക്കും, ആ ദിവസം ആവണമെന്നില്ല, അതിന് മുമ്പ് ഡെലിവറി ഉണ്ടാവും, പക്ഷേ ഏകദേശം ആ ഡേറ്റാണ് വരിക. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യത്തെ ആഴ്ച പീരീഡ്സ് ആണല്ലോ, അപ്പോൾ നമ്മൾ കെയറൊന്നും കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ അമ്മയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം, ഗർഭധാരണം, കുഞ്ഞിൻ്റെ ആരോഗ്യം, ഇതെല്ലാം നിർണ്ണയിക്കുന്നത് ഈ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ഹെൽത്തി ഫുഡാണോ കഴിച്ചത്, നമ്മളെങ്ങനെയായിരുന്നു, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ അമ്മയുടെ ഫുൾ ആരോഗ്യവും ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യം എല്ലാം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഫസ്റ്റ് വീക്ക് മുതൽ നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ മുതൽ ഹെൽത്തി റിച്ച് ഫുഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക. ഇനി അമ്മയുടെ ശരീരത്തിൽ എന്താണ് ഈ ആദ്യത്തെ ആഴ്ച സംഭവിക്കുന്നത് എന്ന് നോക്കാം. അടുത്തൊരു മെൻസ്ട്രേഷണൽ പീരീഡിന് വേണ്ടി തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ അടുത്ത ആർത്തവത്തിനായി തയ്യാറെടുക്കുന്ന സമയമാണ് ഈ ആദ്യത്തെ ഒരാഴ്ച. നമ്മുടെ അണ്ഡാശയം അല്ലെങ്കിൽ ഓവറിയിൽ എഗ്ഗ് രൂപം കൊള്ളുന്ന ഒരു സമയമാണ് ഇത്. അത് ആദ്യത്തെ വീക്കിൽ നമ്മൾ പ്രഗ്നൻസിയിൽ പീരീഡ്സ് പോയണ അതിൽ നമ്മുടെ ഓവറിക്ക് അകത്ത് പുതിയ എഗ്ഗ് രൂപം കൊള്ളാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗർഭപാത്രം, അതായത് യൂട്രസും അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുന്നു. നമ്മുടെ ഗർഭത്തിനെ സുരക്ഷിതമാക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ യൂട്രസ് ചെയ്തു തുടങ്ങുന്നുണ്ട്. നമ്മുടെ യൂട്രസ് ഹെൽത്തി ആണെങ്കിലേ അതിൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അമ്മയ്ക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞിനെ സുഖമായിട്ട് സുഖപ്രസവം നടക്കുകയുള്ളൂ. സുഖപ്രസവം നടക്കുന്നത് മാത്രമല്ല, അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിലേ കുഞ്ഞിൻ്റെ ആരോഗ്യം നല്ലതായിട്ട് വരുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മൾ ഗർഭം ധരിക്കാൻ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുമ്പോൾ മുതൽ നമ്മൾ കുറേ നല്ല ശീലങ്ങളൊക്കെ തുടങ്ങണം, ഒപ്പം തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ആദ്യം ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം. കുറേ ആൾക്കാർക്ക് അറിയാം എന്തൊക്കെയാണ് ശീലമാക്കണ്ടേ, നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കുറേ പേർക്കൊക്കെ അറിയാം. പക്ഷെ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പുകവലി, മദ്യപാനം, പുകയില ഉപയോഗം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ അങ്ങ് ഒഴിവാക്കിയേക്ക്. കാരണം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസീനെ അത് നല്ലപോലെ എഫക്റ്റ് ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ ഹസ്ബൻഡ് പുക വലിക്കുന്ന ആളാണെങ്കിൽ ആളുടെ അടുത്തൊന്ന് പ്രഗ്നൻ്റ് ആവാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് ഒന്ന് കുറച്ച് നാളത്തേക്ക്, പാർഷ്യലി അല്ല മുഴുവനായിട്ട് നിർത്താൻ പറ്റുകയാണെങ്കിൽ അത് അവരുടെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങ് നിർത്തിയേക്ക് എന്ന് പറഞ്ഞേക്ക്. കാരണം
ഇപ്പോൾ പാർട്ട്ണർ വലിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ നമുക്കതൊരു പാർഷ്യൽ സ്മോക്കിംഗ് സിൻഡ്രോം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മാത്രമല്ല, അത് നമ്മുടെ കൊച്ചിന് നല്ലപോലെ എഫക്റ്റ് ചെയ്യും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പം നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം നമ്മുടെ കുഞ്ഞിന് വേണ്ടി എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ പുക വലിക്കുന്ന ആളാണ്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണ്, അതുപോലെ നമ്മുടെ ഹസ്ബൻഡ് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞിന് ഫീറ്റൽ ആൽക്കഹോളിക് സിൻഡ്രോം ഉണ്ടാവും. അതുപോലെ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുപോലെ ഭാരക്കുറവ് ഉണ്ടാവാം. അങ്ങനെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളിങ്ങനെ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പം തന്നെ അങ്ങ് നിർത്തിയ പ്രശ്നം കഴിഞ്ഞില്ലേ. പിന്നെ ജലദോഷം, ചുമ, പനി എന്നിവ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ പനി വന്നു കഴിഞ്ഞാൽ സ്വന്തമായി ചികിത്സിക്കുക, വീട്ടിൽ വല്ല മെഡിസിൻ ഉണ്ടെങ്കിൽ അത് നേരെ എടുത്ത് കഴിക്കുക. ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കാം, എന്നാലും അത് നോക്കാണ്ട് നേരെ എടുത്ത് കഴിക്കും. പിന്നെ അതുപോലെ ചിലപ്പോൾ നേരെ ഡോക്ടറെ കാണാനുള്ള മടിക്ക് നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി പനിയാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ മരുന്ന് വാങ്ങിക്കും. ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, കാരണം അത് നമ്മളെ മാത്രമല്ല നമ്മുടെ കൊച്ചിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻസിയുടെ ട്രൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ, അല്ലെങ്കിൽ പ്രഗ്നൻസി ജേണിയിൽ നമുക്ക് പനി, ചുമ, ജലദോഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നാലും നമ്മൾ നേരെ ഡോക്ടറെ കാണുക. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് പറയുക, ഡോക്ടർ ഞാൻ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ അതിനനുസരിച്ചുള്ള മെഡിസിൻ തരും. ഇൻ കേസ് ഇനിയിപ്പോൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യാണ് ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കണ്ടോ എന്നിട്ട് കഴിച്ചാൽ മതി ഈ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെയും കൂടി ഒന്ന് കണ്ടിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ റിസ്ക് ഒന്നുമില്ല, നേരെ അസുഖമൊക്കെ മാറ്റാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചായ, കാപ്പി ഇതൊക്കെ കുടിക്കുന്ന ശീലങ്ങളുണ്ടോ? എങ്ങനെയാണ്? എനിക്ക് പേഴ്സണലി ഇത് രണ്ടും ഇല്ല. ഞാൻ ചായയും കുടിക്കാറില്ല, കാപ്പിയും കുടിക്കാറില്ല. പ്രഗ്നൻസിക്ക് മുമ്പ് മുതലേ കുടിക്കാറില്ല. അപ്പോൾ എനിക്ക് പ്രഗ്നൻസി ജേണിയിൽ കഫീൻ കുടിക്കുന്നത് നിർത്തണം അല്ലെങ്കിൽ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചിലർക്ക് കോഫി ലവേഴ്സ് ഉണ്ടാവാം, ടീ ലവേഴ്സ് ഉണ്ടാവാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കോഫിയാണ് കൂടുതൽ. അപ്പോൾ നമ്മളത് കുറച്ച് നിർത്തുന്നത് നല്ലതാണ്. നിർത്താൻ പറ്റിയില്ലെങ്കിലും മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും കഫീൻ ഇൻടേക്ക് കുറച്ച് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന കുഞ്ഞിനുമാണ് നല്ലത്. ഓക്കെ, നമ്മളപ്പോൾ ഇത്ര നേരം നോക്കിയത് എന്തൊക്കെയാണ് നമ്മൾ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ആഴ്ച മുതൽ എന്താ ഒഴിവാക്കേണ്ടതെന്ന് നോക്കി. നമുക്ക് ഇനി എന്തൊക്കെയാണ് ശീലമാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പ്രഗ്നൻസി ജേണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ഹെൽത്തി റിച്ച് ഫുഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രഗ്നൻസിക്ക് മുമ്പ് നമ്മൾ ഒരു നേരം ഫുഡ് കഴിക്കാത്ത ആളായിരിക്കാം, ചിലപ്പോൾ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന ആളായിരിക്കാം. അപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുമ്പോൾ മുതൽ നമ്മൾ കറക്റ്റായിട്ടൊരു ഫുഡ് റുട്ടീനൊക്കെ ഫോളോ ചെയ്ത് അതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി ബേബി, ഹെൽത്തി കെയർ എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന പോലെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസി ജേണിയിൽ നമ്മുടെ ബോഡി ഭയങ്കര ഒരു ആക്റ്റീവായിട്ടിരിക്കും. ചെറിയ എക്സസൈസ് എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോയി എക്സസൈസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ നടക്കുക, അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെറിയ എക്സസൈസായി. എങ്കിലും നമ്മുടെ മൈൻഡിനെ മൊത്തത്തിലൊന്ന് റിലാക്സ് ചെയ്യാൻ യോഗയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും റിലാക്സ് ആയിട്ടിരിക്കും. അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാനും ട്രൈ ചെയ്യുക ഈ ഒരു ടൈമിൽ. ഗർഭിണിയാകാൻ ഒരുങ്ങുന്നവർ അതിനൊരു 1-2 മാസം മുമ്പ് മുതൽ തന്നെ ഫോളിക് ആസിഡ്, കാൽഷ്യം, അയേൺ എന്നിവ അടങ്ങിയ മൾട്ടി ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാനിതൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ ഞാൻ മെഡിസിനേ കഴിച്ചിട്ടില്ല. അതിന് പകരം ഞാൻ ഹെൽത്തി റിച്ച് ഫുഡ്സാണ് കഴിച്ചിരിക്കുന്നത്. മത്തി, ഇറച്ചി, മുട്ടയുടെ വെള്ള, ഇലക്കറികൾ, ബീഫിൻ്റെ ലിവർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഹെൽത്തി റിച്ച് ഫുഡ്സ് കഴിച്ചാലും മതി. അല്ലാതെ നമ്മൾ ഈ മെഡിസിൻ തന്നെ ഇൻടേക്ക് എടുക്കണം എന്ന് ആരും നിർബന്ധം പറയുന്നില്ല. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കും, നിങ്ങൾക്ക് അയണും കാൽഷ്യം ടാബ്ലറ്റ്സ് ഒക്കെ ഇല്ലേ, ഞാൻ രണ്ടാമത് എഴുതി തരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞിരുന്നു
ഇൻടേക്ക് ഓഫ് മെഡിസിൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പോൾ എന്തൊക്കെ ഫുഡ്സാണ് കഴിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, പക്ഷേ ഓൺ റിസ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബേബി ഒരു കുഴപ്പമില്ല, ഇപ്പോൾ 1.5 വയസ്സാവണു, ഹാപ്പി ആയിട്ട് പോണു. കാരണം ഡോക്ടർ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോഷകങ്ങളൊക്കെ കഴിക്കുന്നു പറയുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ ശാരീരികമായ ആരോഗ്യത്തിന് മാത്രമല്ല, കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്കും ഉപകരിക്കുന്നതാണ്, സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മുടെ വീക്ക് 1 ഓഫ് പ്രഗ്നൻസി ഇവിടെ കംപ്ലീറ്റ് ആവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ, നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്തോളൂ. അപ്പോൾ അത് കാണുന്നവർക്ക്, കമൻസ് വായിക്കുന്നവർക്കും അവർക്കൊരു ഉപകാരത്തിൽ വരുമല്ലോ. ഇനി ഞാൻ പറഞ്ഞതല്ലാണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുകയാണ്, അത് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും എല്ലാവർക്കും ഉപകാരത്തിൽ വരും. അപ്പോൾ ഇങ്ങനത്തെ പ്രഗ്നൻസി, ബേബി കെയർ, അങ്ങനത്തെ റിലേറ്റഡ് വീഡിയോസൊക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ ഇപ്പോൾ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുന്നവർക്ക് മുതൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവരും സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.